ഇനി നമുക്ക് ആദ്യം SLC ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ കനാൽ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദ അതർ എഡ്ജ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 degree. Stepping 12 meters back, he sees it at an elevation of 30 degree. Find the height of the tree. ഒരു തോടിന് അരികത്ത് നിൽക്കുന്ന കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 12 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 30 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. മരത്തിൻ്റെ ഉയരം കണക്കാക്കുക. നമുക്ക് റഫ് ഫിഗർ വരച്ച് നോക്കാം. ഈ ഫിഗറിൽ ബി ബോയ്, ബി കനാൽ, ടി ട്രീ. ഈ ട്രീയുടെ ടോപ്പ് ബോയ് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു. അതിനുശേഷം കുട്ടി 12 മീറ്റേഴ്സ് ബാക്കിൽ കിടക്കുന്നു. അപ്പോൾ ട്രീയുടെ ടോപ്പ് 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു. നമ്മുടെ ട്രീയുടെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ PBT ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾ ബാഹ്യകോണാണ് 60 ഡിഗ്രി. അതിൻ്റെ റിമോട്ട് ഇൻറ്റീരിയർ ആംഗിളിൽ ഒരെണ്ണം 30 ഡിഗ്രി, ആന്തര വിദൂര കോണുകളിൽ ഒരെണ്ണം 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 60 - 30 = ഇവിടെ 30 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഈ 2 ആംഗിൾസ് ഈക്വലാണ്. അതുകൊണ്ട് അതിൻ്റെ 2 സൈഡ്സും ഈക്വലായിരിക്കും. 30ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് 12 അവിടെ തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ 30ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡും 12 ആയിരിക്കും. ഈ റൈറ്റ് ട്രയാങ്കിൾ BET, അക്യൂട്ട് ആംഗിൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് TE. ഓപ്പോസിറ്റ് സൈഡ് TE, എതിർവശം TE. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് BT, അത് 12. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് BT = 12 മീറ്റേഴ്സ്. നമുക്ക് എഴുതാം ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ്, എതിർവശം കർണം sin 60 ഡിഗ്രി. ഓപ്പോസിറ്റ് സൈഡ് TE, hypotenuse 12 sin 60 degree. TE = 12 sin 60 degree 12 sin 60 എന്ന് പറഞ്ഞാൽ √3/2. 2 കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടുന്നു. അപ്പോൾ 6 × 1.732 ഇത് മെയിൻ ചെയ്യുമ്പോൾ 10.392 എന്ന് കിട്ടുന്നു. ഹൈറ്റ് ഓഫ് ദി ട്രീ, മരത്തിൻ്റെ ഉയരം = 10.4 മീറ്റേഴ്സ് നമുക്ക് എഴുതാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ആംഗിൾ B = 60 ഡിഗ്രി. അതായത് ട്രയാങ്കിൾ PBTയുടെ എക്സ്റ്റീരിയർ ആംഗിൾ ബാഹ്യകോണാണിത്. ഈ എക്സ്റ്റീരിയർ ആംഗിൾ = the sum of the remote interior angles. ആന്തര വിദൂര കോണുകളുടെ തുക തുല്യമായിരിക്കും. അതുകൊണ്ട് ആംഗിൾ T എന്ന് പറയുന്നത് 60 - 30 = 30 ഡിഗ്രി. ഈ ട്രയാങ്കിൾ 2 ആംഗിൾസ് ഈക്വലാവുന്നു. അതുകൊണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണമാകുന്നു. അതുകൊണ്ട് PB = BT = 12 എന്ന് നമുക്ക് കിട്ടി. അതനുസരിച്ച് നമ്മൾ TE = 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ് TE. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അറിയാം. TE = 12 × 60 ഹൈറ്റ് ഓഫ് ദി ട്രീ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യനിൽ എക്സ്റ്റീരിയർ ആംഗിൾ 70 ഡിഗ്രിയാണ്. അപ്പോൾ T കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 70 - 25 = 45 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ 2 ആംഗിളും ഈക്വൽ അല്ല. അതുകൊണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഈ സ്മോൾ ട്രയാങ്കിളിൻ്റെയും ലാർജ് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡായ TR
2 പ്രാവശ്യം കണ്ടുപിടിക്കുന്നു. ടി ആർ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 70 ഡിഗ്രി ഫസ്റ്റ് ഇക്വേഷൻ. വീണ്ടും ലാർജ് ട്രയാങ്കിളിൽ ടി ആർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 ഇൻറ്റു ടാൻ 25 ഡിഗ്രി സെക്കൻഡ് ഇക്വേഷൻ. 2 ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വലാണ്, അതുകൊണ്ട് റൈറ്റ് സൈഡ് ഈക്വലാണെന്ന് എഴുതിക്കൊണ്ട് നമ്മൾ അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നു. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്യുമ്പോൾ സ്മോൾ ട്രയാങ്കിളിൻ്റെയും ലാർജ് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡ് ബി ക്യു ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ബി ക്യു ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ ടാൻ 30 ഡിഗ്രി ഫസ്റ്റ് ഇക്വേഷൻ. ലാർജ് ട്രയാങ്കിളിൻ്റെ ബി ക്യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 ഡിവൈഡ് ബൈ ടാൻ 60 ഡിഗ്രി സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വലാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും റൈറ്റ് സൈഡ് ഈക്വലായിരിക്കും. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുകയും ഹൈറ്റ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ട്രിഗണോമെട്രിയിൽ 2 ആംഗിൾസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ റഫ് ഫിഗർ വരച്ചതിന് ശേഷം സ്മോൾ ട്രയാങ്കിളിൻ്റെയും ലാർജ് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡ് മനസ്സിലാക്കുന്നു. അതിൽ നിന്നും ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും എഴുതുന്നു. 2 ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വലായിരിക്കും, അതിൽ നമുക്ക് മനസ്സിലാവുന്നു 2ൻ്റെയും റൈറ്റ് സൈഡ് ഈക്വലായിരിക്കുമെന്ന്. അതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നു. എക്സ് കണ്ടുപിടിച്ച ശേഷം ഹൈറ്റ് കണ്ടുപിടിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ കനാൽ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ അറ്റ് ആൻ elevation of 70 degree. Stepping 10 meters back, he sees it at an elevation of 25 degree. The boy is 1.5 meters tall. How wide is the canal and how tall is the tree? ഒരു തോടിന് അരികത്ത് നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം 70 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 10 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 25 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ. തോടിൻ്റെ വീതിയും മരത്തിൻ്റെ ഉയരവും കണക്കാക്കുക. റഫേറിൽ ബോയുടെ ഫസ്റ്റ് പൊസിഷനാണ് ഈ കാണുന്നത്. അത് നമുക്ക് ബി വൈ എന്ന പേര് കൊടുക്കാം. അതിൻ്റെ ഹൈറ്റ് 1.5 മീറ്റേഴ്സാണ്. ട്രീ ആണ് ഈ കാണുന്നത്. അപ്പോൾ ടി ആർ ഇ. ബോയുടെ സ്ട്രേറ്റ് വ്യൂ ആണ് ബി ആർ. ഇവൻ ഈ ട്രീയുടെ മുകളറ്റം 70 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു. അപ്പോൾ 70 ഡിഗ്രിയുടെ ഓപ്പോസൈഡാണ് ടി ആർ. അതിൻ്റെ അഡ്ജസ്റ്റ് സൈഡാണ് ബി ആർ. ഈ ബി ആർ നമ്മൾ എക്സ് എന്നെടുക്കുന്നു. അപ്പോൾ നമുക്ക് എഴുതാം ടി ആർ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 70 ഡിഗ്രി ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ബോയ് 10 മീറ്റേഴ്സ് ബാക്കിലേക്ക് നടക്കുന്നു. ഇവിടെ 10, ഇവിടെയും 10. ഇപ്പോൾ ഈ ബോയുടെ പൊസിഷൻ ഇതാണ്. അത് നമുക്ക് പി ക്യു എന്ന് നെയിം ചെയ്യാം. ഇവിടെ നിന്ന് ഈ കുട്ടി ഈ ട്രീയുടെ മുകളറ്റം 25 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു. റൈറ്റ് ട്രയാങ്കിൾ പി ആർ ടിയിൽ 25 ഡിഗ്രിയുടെ ഓപ്പോസൈഡാണ് ടി ആർ. 25 ഡിഗ്രി അഡ്ജസ്റ്റ് സൈഡാണ് പി ആർ. പി ആർ എന്ന് പറയുന്നത് 10 + x ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ടി ആർ ഈസ് ഈക്വൽ ടു 10 + x ഇൻറ്റു ടാൻ 25 ഡിഗ്രി സെക്കൻഡ് ഇക്വേഷൻ. A right triangle BRT, TR is equal to x into tan 70 degree. First equation. A right triangle PRT, TR is equal to x plus 10 into tan 25 degree. Second equation. ഈ രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വലാണ്,
അതുകൊണ്ട് റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. ഫ്രം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ x into tan 70 degree is equal to x plus 10 into tan 25 degree. അപ്പോൾ x into tan 70 2.7475 is equal to x plus 10 into tan 25 0.4663. ഇനി നമുക്ക് 2 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്യാം. അപ്പോൾ 2.75x ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 ഇൻറ്റു 0.47. 2.75x ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം 0.47x പ്ലസ് 4.7. എക്സ് എല്ലാം ഒരു സൈഡ് കൊണ്ടുവരാം. 2.75x പ്ലസ് എന്നുള്ളത് മൈനസ് ആയി തീരും. മൈനസ് 0.47x ഈസ് ഈക്വൽ ടു 4.7. ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2.28x ഈസ് ഈക്വൽ ടു 4.7. x ഈസ് ഈക്വൽ ടു 4.7 ഡിവൈഡ് ബൈ 2.28. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.06 എന്ന് കിട്ടുന്നു. ഇതാണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് ഓഫ് ദി കനാൽ, തോടിൻ്റെ വീതി ഈസ് ഈക്വൽ ടു 0.0 മീറ്റേഴ്സ്. ഇനി നമുക്ക് ടി ആർ കണ്ടുപിടിക്കാം. ടി ആർ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 70 ഡിഗ്രി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ 2.06 ഇൻറ്റു ടാൻ 70 2.75. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 5.6650 എന്ന് കിട്ടുന്നു. ആ 2 ഡെസിമൽ പ്ലേസ് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5.6 എന്ന് കിട്ടുന്നു. നമുക്കിനി ഹൈറ്റ് ഓഫ് ദി ട്രീ മരത്തിൻ്റെ ഉയരം ഈസ് ഈക്വൽ ടു TR plus RE is equal to 5.67 plus RE height of the boy അപ്പോൾ 1.5 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 7.17 മീറ്റേഴ്സ് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. A 1.5 meters tall boy saw the top of a building under construction at an elevation of 30 degree. The completed building was 10 meters higher and the boy saw its top at an elevation of 60 degree from the same spot. What is the height of the building? പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുൾഭാഗം 1.5 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി 30 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 10 മീറ്റർ കൂടി ഉയർത്തി കെട്ടിടം പണി തീർത്തപ്പോൾ അയാൾ അതേ സ്ഥാനത്ത് നിന്ന് 60 ഡിഗ്രി മേൽക്കോണിലാണ് മുൾഭാഗം കണ്ടത്. കെട്ടിടത്തിൻ്റെ ഉയരം എത്രയാണ്? ഈ ഫിഗറിൽ ഇതാണ് ബോയ്. അപ്പോൾ BY ഹൈറ്റ് 1.5 ആണ്. ഇവിടെയും 1.5 നമുക്ക് പേര് കൊടുക്കാം. ഇത് സ്ട്രെയിറ്റ് വ്യൂ, നേരെയുള്ള കാഴ്ചയാണത്. അവിടെ നിന്ന് 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കിയപ്പോൾ പണി തീരാത്തൊരു കെട്ടിടം കണ്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 10 മീറ്റേഴ്സ് ഉയർത്തുകയും കെട്ടിടം കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു. അപ്പോൾ കുട്ടി 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് ഇതിൻ്റെ ടോപ്പ് കണ്ടത്. ഇവിടെ നമുക്ക് PQRS എന്ന് നെയിം ചെയ്യാം. റൈറ്റ് ട്രയാങ്കിൾ BQR 30 ഡിഗ്രിയുടെ ഓഫ് സൈഡാണ് QR. അതിന് നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം. അപ്പോൾ QR ഈസ് ഈക്വൽ ടു BQ ഇൻറ്റു ടാൻ 30 ഡിഗ്രി. റൈറ്റ് ട്രയാങ്കിൾ BQS 60 ഡിഗ്രിയുടെ ഓഫ് സൈഡാണ് QS, അതായത് എക്സ് പ്ലസ് 10. 60 ഡിഗ്രിയുടെ അഡ്ജസ്റ്റ് സൈഡാണ് BQ. അപ്പോൾ നമുക്ക് എഴുതാം
QS is equal to BQ into tan 60 degree എന്ന് എഴുതാം. In right triangle BQR opposite is equal to QR is equal to X. Adjacent side is equal to BQ. QR is equal to BQ into tan 30 degree. തിരിച്ചെഴുതുമ്പോൾ BQ into tan 30 degree is equal to QR. BQ is equal to QR divided by tan 30 degree. ഇവിടെ QR എന്ന് പറഞ്ഞാൽ X. tan 30 നമുക്കറിയാം 1/√3 is equal to X into reciprocal അപ്പോൾ √3/1 is equal to √3x. BQ is equal to √3x first equation. In right triangle BQS opposite is equal to QS is equal to X plus 10. Adjacent side is equal to BQ. QS is equal to BQ into tan 60 degree. തിരിച്ചെഴുതുമ്പോൾ BQ into tan 60 degree is equal to QS. BQ is equal to QS divided by tan 60 degree. അതിൽ QS നമുക്കറിയാം X plus 10 by tan 60. അപ്പോൾ BQ is equal to X plus 10 divided by tan 60. tan 60 എന്ന് പറഞ്ഞാൽ √3. അത് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ വരെടുക. ഫ്രം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ രണ്ടിൻ്റെയും ഫസ്റ്റ് ഇക്വേഷൻ്റെയും സെക്കൻഡ് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വലാണ്, അവരുടെ റൈറ്റ് സൈഡും ഈക്വലായിരിക്കും. ഇപ്പോൾ √3x is equal to X plus 10 by √3. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ √3x into √3 is equal to X plus 10. √3 into √3 3. X is equal to X plus 10. 3x plus x ട്രാൻസ്ഫർ ചെയ്യുന്നത് -x ആയി തീരും. is equal to 10. 3x minus 1x. അപ്പോൾ 2x is equal to 10. x is equal to 10 by 2 is equal to 5. നമുക്ക് വേണ്ടത് height of the building. എഴുതാം. height of the building is equal to കെട്ടിടത്തിൻ്റെ ഉയരം is equal to 1.5 plus x plus 10 is equal to 1.5 plus 5 plus 10 is equal to 16.5 meters. Another question. A 1.75 meter tall man standing at the foot of a tower sees the top of a hill 40 meters away at an elevation of 60 degree. Climbing to the top of the tower, he sees it an elevation of 50 degree. Calculate the height of the tower and the hill. ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ 40 മീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അത് 50 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുന്നിൻ്റെയും ഗോപുരത്തിൻ്റെയും ഉയരം കണക്കാക്കുക. ഈ ക്വസ്റ്റ്യനിൽ ടവറിൻ്റെ താഴെ നിൽക്കുന്ന ആൾ 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ, മേൽക്കോൺ 60 ഡിഗ്രിയിൽ ഹില്ലിനെ കണ്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഹില്ലിൻ്റെ ഹൈറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമുക്ക് ഹിൽ എച്ച് എന്ന് പേര് കൊടുക്കാം. ടവർ TR എന്ന് പേര് കൊടുക്കാം. ഇതാണ് മാൻ
അയാളുടെ ഹൈറ്റ് 1.75. ഇവിടെ 1.75. ഇയാൾ നിൽക്കുന്നത് 40 meters away, 40 മീറ്റർ അകലെയാണ്. അതുകൊണ്ട് RL 40 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ലെങ്ത്തും 40 ആയിരിക്കും. ഇവിടെ നമുക്ക് എ എന്ന് പേരിടുക. ആംഗിൾ ഓഫ് എലിവേഷൻ 60 degree. In right triangle MAH, HA opposite, MA 40 adjacent side. അപ്പോൾ നമുക്ക് എഴുതാം HA is equal to 40 into tan 60 degree. In right triangle MAH, opposite is equal to HA, adjacent side is equal to MA is equal to 40 meters. HA is equal to 40 into tan 60 degree is equal to 40 into tan 60 root 3 is equal to 40 into 1.732 is equal to 69.280. Okay, the height of the hill, കുന്നിൻ്റെ ഉയരം, is equal to HA plus AL is equal to 69.28 plus 1.75 is equal to 71.03 meters. ഇനി ടവറിൻ്റെ താഴെ നിന്ന ആൾ ടവറിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. അപ്പോൾ അയാളുടെ സ്ട്രേറ്റ് വ്യൂ ഇതായിരിക്കും. അതിന് നമുക്ക് PQ എന്ന് പേര് കൊടുക്കാം. ആംഗിൾ ഓഫ് എലിവേഷൻ 50 degree. ഇവിടെ നമുക്കറിയാവുന്നത് PQ is equal to MA 40. അപ്പോൾ HQ is equal to 40 into tan 50 degree. And right triangle PQH, opposite is equal to HQ, adjacent side is equal to PQ is equal to 40 meters. HQ is equal to 40 into tan 50 degree is equal to 40 into tan 50, 1.1918 is equal to 40 into 2 decimal place correct ചെയ്യാം. അപ്പോൾ 1.19 അത് നമ്മൾ ഇന്ത്യ ചെയ്യുമ്പോൾ is equal to 47.60. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഹൈറ്റ് ഓഫ് ദി ടവർ TR ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ TR BL ഈക്വലാണ്. ഈ BL കണ്ടുപിടിക്കണമെങ്കിൽ HL നിന്നും BH മൈനസ് ചെയ്താൽ മതി. അപ്പോൾ TR is equal to BL is equal to HL minus BH is equal to HL 71 minus BH 1.75 plus 47.6. 1.75 plus 47.6 is equal to 71 minus നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 49.35 കിട്ടുന്നു. is equal to മൈനസ് ചെയ്യാൻ നേരത്ത് 21.65 കിട്ടുന്നു. ഇതാണ് ഹൈറ്റ് ഓഫ് ദി ടവർ. is equal to 21.65 meters. Other question. A man 1.8 meter tall standing at the top of a telephone tower saw the top of a 10 meters high building at a depression of 40 degree
and the base of the building at a depression of 60 degree. What is the height of the tower? How far is it from the building? 1.8 മീറ്റർ ഉയരമുള്ള ഒരാൾ ഒരു ടെലിഫോൺ ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ 10 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളറ്റം 40 ഡിഗ്രി കീഴ്ക്കോണിലും അതിൻ്റെ ചുവട് 60 ഡിഗ്രി കീഴ്ക്കോണിലും കണ്ടു. ടവറിൻ്റെ ഉയരം എത്രയാണ്? അത് കെട്ടിടത്തിൽ നിന്ന് എത്ര അകലെയാണ്? 1.8 മീറ്റർ ഉയരമുള്ള ഒരാൾ ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് 10 മീറ്റേഴ്സ് ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിനെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ്ക്കോൺ 40 ഡിഗ്രിയിൽ കണ്ടു എന്നാണ് പറയുന്നത്. ആംഗിൾ ഓഫ് ഡിപ്രഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ടവറിന് ഹൈറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ ടവർ TR, ടവറിൻ്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നു. അതിന് നമുക്ക് M എന്ന പേര് കൊടുക്കാം. അവിടെ നോക്കുമ്പോൾ 10 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് BG. ബിൽഡിങ്ങിൻ്റെ ടോപ്പ് കാണുന്നത് 40 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ്. ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിളാണ് ഇത്. അതുകൊണ്ട് ഇതും 40 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് എ എന്ന പേര് കൊടുക്കുകയാണെങ്കിൽ 40 ഡിഗ്രിയുടെ ഓപ്പോസൈഡാണ് AM. 40 ഡിഗ്രിയുടെ അഡ്ജസ്റ്റ് സൈഡാണ് BA. അപ്പോൾ AM ഈസ് ഈക്വൽ ടു BA ഇൻറ്റു tan 40 നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി ഇയാൾ ബിൽഡിങ്ങിൻ്റെ ബോട്ടം കീഴ്ഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കാണുന്നു. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിളാണ് ഇവിടെ. അപ്പോൾ 60 ഡിഗ്രി ആയിരിക്കും. ഈ റൈറ്റ് ആംഗിൾ GRM 60 ഡിഗ്രിയുടെ ഓപ്പോസൈഡാണ് RM. 60 ഡിഗ്രിയുടെ അഡ്ജസ്റ്റ് സൈഡാണ് GR. അപ്പോൾ നമുക്ക് എഴുതാം RM ഈസ് ഈക്വൽ ടു GR ഇൻറ്റു tan 60 degree. In right triangle BAM, opposite is equal to AM is equal to, ഇവിടെ നമുക്ക് എക്സ് എന്ന പേര് വിളിക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 1.8. adjacent side is equal to BA. Okay, AM is equal to BA into tan 40 degree. അപ്പോൾ BA into tan 40 degree is equal to AM. BA is equal to AM by tan 40 degree is equal to AM എന്ന് പറഞ്ഞാൽ x plus 1.8. x plus 1.8 by tan 40. tan 40 എന്ന് പറഞ്ഞാൽ 0.8391. അപ്പോൾ BA is equal to x plus 1.8 divided by 0.84. അതിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എടുക്കുക. A right triangle GRM, opposite is equal to RM is equal to, ഇവിടെ 10 ആണ്, അതുകൊണ്ട് ഇത് 10 ആയിരിക്കും. 10 plus x plus 1.8. 10 plus x plus 1.8. ഓക്കെ, 11.8 plus x എന്ന് എഴുതാം. adjacent side is equal to GR. RM is equal to GR into tan 60 degree. തിരിച്ചെഴുതുമ്പോൾ GR into tan 60 degree is equal to RM
GR is equal to RM divided by tan 60 degree. RM is equal to 11.8 plus x divided by tan 60 is equal to root 3. അപ്പോൾ നമുക്ക് എഴുതാം GR is equal to 11.8 plus x divided by root 3. അതിന് സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. നമുക്കറിയാം BA is equal to GR. Since BA is equal to GR from first equation and second equation, we can write x plus 1.8 divided by 0.84 is equal to 11.8 plus x divided by root 3. Cross multiply x plus 1.8 into root 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.732 is equal to 11.8 plus x into 0.84. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1.73x പ്ലസ് ഇത് നമ്മൾ ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 3.114 is equal to ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 11.8 into 0.84 ഇൻറ്റു ചെയ്യാൻ നമുക്ക് 9.912 പ്ലസ് 0.84x. എക്സ് എല്ലാം ഒരു സൈഡ് കൊണ്ടുവരാം. 1.73x പ്ലസ് മൈനസ് ആയി തരുന്നു മൈനസ് 0.84x ഈസ് ഈക്വൽ ടു 9.912 പ്ലസ് എന്നുള്ളത് മൈനസ് ആയി തീരുന്നു 3.114. ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.89x ഈസ് ഈക്വൽ ടു ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 6.798 ഇടുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 6.798 divided by 0.89 is equal to 2 decimal കളക്ട് ചെയ്യുമ്പോൾ 7980 എഴുതിയിരുന്നു. divided by 0.89 ഡിവൈഡ് ചെയ്യുമ്പോൾ 7.64 ഇടുന്നു. ഹൈറ്റ് ഓഫ് ദി ടവറിൻ്റെ ഉയരം is equal to 10 plus x. അപ്പോൾ 10 plus x 7.64 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 17.64 മീറ്റേഴ്സ് കിട്ടുന്നു. നമ്മളുടെ ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു GR ഈസ് ഈക്വൽ ടു 11.8 പ്ലസ് 7.64 divided by root 3 1.732. ഇത് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ 19.44 divided by 1.73 ഡിവൈഡ് ചെയ്യുമ്പോൾ 11.2 മീറ്റേഴ്സ് കിട്ടുന്നു. ഇതായിരിക്കും GR ഡിസ്റ്റൻസ്.